ജീവിതത്തിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. എങ്ങനെ കടം കുറയ്ക്കാം, ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കടം കുറച്ചു കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടും എങ്ങനെ കടങ്ങൾ ഇല്ലാതാക്കാം എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നത്. പൂർണ്ണമായിട്ട് കേൾക്കുക. പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും വീഡിയോയിൽ വന്ന് റിസൾട്ട് ഒന്ന് കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര കടം ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ജസ്റ്റ് അറിയാൻ പറ്റും. അപ്പോ കടങ്ങൾ എപ്പോഴും നമുക്ക് മനസ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ് കടം, അല്ലെ? കടത്തോടു കൂടി ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോകാന്ന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഒരുപാട് ആളുകൾ കടം വന്ന് കടബാധ്യത കൂടി മരണത്തിലേക്ക് വരെ പോകാറുണ്ട്. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നമുക്ക് എന്ത് കടത്തിലേറെ വലുതാണ് ജീവൻ, കേട്ടോ. ജീവൻ കളഞ്ഞുകൊണ്ട് നിങ്ങൾ കടത്തിന് രക്ഷപ്പെടാന്ന് കരുതരുത്. കാരണം അത് മറ്റുള്ളവർക്ക് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെട്ടു പോവുക, അല്ല കടമട ഇല്ലാതാവുന്നില്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് മറ്റു കുടുംബക്കാർക്ക് അതൊരു ബാധ്യതയായിട്ട് എപ്പോഴും മാറുക ചെയ്യാം. അപ്പൊ അത് ചെയ്യരുത് ഒരിക്കലും. അപ്പൊ കടം മാറാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ കറക്റ്റ് എഴുതി വെക്കുക. എത്ര കടമുണ്ടെന്ന് അറിയുക. അവിടെ കടമുണ്ട്, ഇവിടെ കടമുണ്ട്, അങ്ങനെ പറയില്ല. കറക്റ്റ് ഇരുന്ന് നിങ്ങൾ എഴുതണം എത്രയാണ് നിങ്ങളുടെ കടം. ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എത്ര മുന്നേ കൊടുക്കാനുള്ളതാണ് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലത്. നിങ്ങൾക്ക് എത്ര കടമുണ്ട്, അത് എത്ര പെട്ടെന്ന് അടച്ചു വിട്ടേണ്ടത്, പെട്ടെന്ന് അടക്കേണ്ടത്, സാവധാനം അടച്ചാൽ മതിയുള്ളത്, മാസം അടക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങിയൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് എഴുതി തയ്യാറാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പലപ്പോഴും നിങ്ങൾ കടം വരാനുള്ള കാരണം ഇത് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ മോശമാവുന്നതുകൊണ്ടാണ്. കാരണം കറക്റ്റ് എഴുതി വെക്കുന്നില്ല. കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും എഴുതി വെക്കാതെ അത് കിട്ടാനുള്ളത് കിട്ടാനുള്ളത് കൂടി, അതുപോലെ തന്നെ കൊടുക്കാനുള്ളതും കൂടുന്നൊരവസ്ഥ ഉണ്ടാവും. അതുണ്ടാവാൻ പാടില്ല. ഇനി എഴുതി വെക്കുക, കറക്റ്റ് എഴുതി വെക്കുക. അത് ഏറ്റവും കൂടുതൽ പലിശക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ഉയർന്ന പലിശ നിരക്ക് കൊടുക്കുന്ന ഏതാണ് അതൊക്കെ മനസ്സിലാക്കി വെക്കണം. ആ രീതിയിൽ ആൾക്കാർ കൊടുക്കാനുള്ളത്, കടകളിൽ കൊടുക്കാനുള്ളത്, മറ്റുള്ള ബാങ്കിൽ കൊടുക്കാനുള്ളത്, ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് കറക്റ്റ് എഴുതി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചെയ്യേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഈ കടം കൊടുക്കാനുള്ള ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അത് പ്രയോറിറ്റൈസ് ചെയ്യാം. ഏതാണ് ഏറ്റവും ഉടനെ കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങൾ അത് പ്രയോറിറ്റൈസ് ചെയ്യുക. കാരണം കൊടുത്തു തീർക്കേണ്ട പല കാര്യങ്ങളുണ്ടാവും. ഒന്ന് ചിലപ്പം ഉയർന്ന പലിശ നിരക്കുള്ള ഒരു സംഗതി ആണെങ്കിൽ അത് ഒരുപാട് കാലം നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും കടം കുന്നുകൂടും. അപ്പൊ അത് പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങളുടെ പ്രയോറിറ്റിയിൽ ഒന്നാമത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലത്. അതുപോലെ തന്നെ ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ചില ആളുകൾ കടം വാങ്ങി. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അവരുടെ സ്വത്താണത്, അല്ലെങ്കിൽ അവരുടെ ലാഭമാണ്, അല്ലെങ്കിൽ അവരുടെ മുതലായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. അപ്പൊ അത് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അർജന്റ് കാണിക്കുന്ന ആളുകളെ അവർക്കും പ്രയോറിറ്റി കൊടുക്കണം. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ചില ആളുകൾ കടം നിന്നിട്ടുണ്ടാവും. പെട്ടെന്ന് വേണ്ട, ഞാൻ ആവശ്യപ്പെടുമ്പോൾ തന്നാൽ മതി, ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി, ഇപ്പൊ ആവശ്യമില്ല, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി, 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി പറഞ്ഞ ആളുകൾക്കാണ് പ്രയോറിറ്റിയിൽ താഴെ വെക്കുക. അപ്പൊ നമുക്ക് നിർബന്ധമായിട്ട് ഫസ്റ്റ് കൊടുക്കേണ്ട ആളുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചെയ്യേണ്ടത്. എന്നിട്ട് അതനുസരിച്ചാണ് കൊടുത്തു തുടങ്ങേണ്ടത്. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു ബഡ്ജറ്റ് തയ്യാറാക്കണം. നമ്മുടെ ജീവിതത്തിൽ കടം കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ വരവിലും കൂടുതൽ ചെലവാക്കുന്നതുകൊണ്ടാണ്. 10,000 വരുമാനമുള്ള ആള് എല്ലാ മാസവും 20,000 ചെലവാക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് 1,20,000 കടക്കാരനാവും അയാൾ. അപ്പൊ നമ്മൾ ചെലവാക്കുന്നത്, ഇത് നിങ്ങൾ ചെലവാക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അറിയുന്നില്ലെങ്കിലോ അപ്പോൾ നിങ്ങൾ കടക്കാരനാവല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഒരു മാസത്തെ ബജറ്റ് നിങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു മാസം നിങ്ങൾക്ക് എത്ര വരവുണ്ട് നോക്കുക, എത്ര ചെലവ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ചെലവുകളുണ്ട്, ഈ ചെലവ് പ്രകാരമാണോ ഒരു മാസം കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു മാസം 10,000 രൂപ വരുമാനമുള്ള ആൾ, 10,000 എക്സാമ്പിൾ വരാണ്, 20,000 ഉള്ള ആൾ അതിൽ കൂടുതൽ ചെലവാണെങ്കിൽ അയാളും കടക്കാരനാവും. 1,00,000 വരുമാനമുള്ള ആളാണെങ്കിലും അയാൾക്ക് 2,00,000 ചെലവ് ഒരു മാസം ഉണ്ടെങ്കിൽ അയാൾ കടക്കാരനാവും, തീർച്ചയാണ്. 1,00,000 വരുമാനമുള്ള ആള് മാസം 2,00,000 ചെലവാണ് അയാൾക്കുള്ളതെങ്കിൽ ഒരു വർഷം കൊണ്ട് അയാൾ 12,00,000 കടക്കാരനായിട്ട് മാറും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വരവ് നോക്കുക, ആ വരവിനനുസരിച്ച് നിങ്ങളുടെ ചെലവ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ അനാവശ്യ ചെലവുകൾ ചുരുക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് ചുരുക്കാൻ പറ്റുന്ന ചില ചെലവുകൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചില പേയ്മെന്റുകളൊക്കെ പോകുന്നുണ്ടെന്ന് സങ്കല്പിക്കാം. ഇപ്പൊ നമ്മൾ വല്ല OTT മറ്റുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ 1,000-2,000 ഓട്ടോമാറ്റിക് പേയ്മെന്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫുൾ ടൈം പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയാണ്, അപ്പൊ അത് ഡെയിലി വെച്ച് ചെലവ് കൂടുന്നുണ്ട്. അപ്പൊ നിങ്ങളെ വരവിനേക്കാളും ചെലവാണ് കൂടുതലെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറയ്ക്കണം. അങ്ങനെ നമ്മളെ ബജറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് വരവും ചെലവും ഏകദേശം സെയിം ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും മിനിമം. നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്താൽ പോരാ. പക്ഷേ എന്ത് ചെയ്യണം, ഇപ്പൊ 100 രൂപ വരുമാനമുള്ള ആളാണെങ്കിൽ ഒരു 50 രൂപ ചെലവാക്കി, അല്ലെങ്കിൽ 40 രൂപ ചെലവാക്കി, അല്ലെങ്കിൽ 50 രൂപ ചെലവാക്കിയാൽ ഒരു 50 രൂപ 30 രൂപ ഒക്കെ സേവ് ചെയ്യാൻ പറ്റണം. ഇൻവെസ്റ്റ്മെന്റ് വേറെ വേണം, നമ്മൾ പിന്നീട് പറയും. അപ്പൊ വരവും ചെലവും ചെയ്യുക. നിങ്ങൾ യാഥാർത്ഥ്യമുള്ള ബജറ്റ് തയ്യാറാക്കുക,
ഈ ബജറ്റ് സന്തുലിത ബജറ്റെങ്കിലും ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സർപ്ലസ് ആയ വളരെ നല്ലത്, എപ്പോഴും വരുമാനം ബാക്കിയായാലും വളരെ നല്ലത്. ഏറ്റവും മിനിമം കടമില്ലാതാക്കാനെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ചെലവും വരവും ചെലവും സെയിം ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഇന്റൻഷനലി ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, അതങ്ങ് മനസ്സിലാക്കേണ്ടത്. അതങ്ങനെ പോകുന്നു, ഇത്രയും കാലം പോയില്ല, ഇനി മുന്നോട്ട് പോയിക്കോളൂ, അങ്ങനെ ചിന്തിക്കരുത്. മറിച്ച് നിങ്ങൾ എഴുതി തയ്യാറാക്കുക. എന്നിട്ട് എത്ര വരവുണ്ട് എത്ര ചെലവ്, അതിനനുസരിച്ച് ചെലവ് ചുരുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, മറ്റൊരു കാര്യം, കടം കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ്, നമ്മൾ കടം ഇങ്ങനെ വീട്ടിൽ നിന്നുണ്ടാവും, ഒരു കുറച്ച് എമൗണ്ട് ആണെങ്കിലും ഒരു കുറഞ്ഞ എമൗണ്ട് അധിക തുക അടക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇപ്പൊ നിങ്ങൾ ലോണിലേക്ക് 10,000 രൂപ മാസം അടക്കുന്നുണ്ടെങ്കിൽ 11,000 അടച്ചു, ഒരു 1,000 രൂപ മാസം കൂട്ടി അടച്ചു. ചെറുതായിരിക്കാം, പക്ഷെ ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് നിങ്ങൾ എന്തിട്ടുണ്ടാവും, കടത്തിലേക്ക് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കടം വീട്ടുന്നില്ല, മാസം ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഒരു കുറഞ്ഞ എമൗണ്ട് കടത്തിന് വേണ്ടി മാറ്റി വെച്ച് വെക്കുക. ചെറുതാണെങ്കിലും അത് മാസങ്ങൾ കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് അവിടെ കടം കുറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ കടം കൊടുക്കുന്നതിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക. മാസം ഞാൻ എനിക്ക് 5,000 തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5,500 കൊടുക്കാം, അല്ലെങ്കിൽ 6,000 കൊടുക്കാം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ കടങ്ങളിലേക്ക് ഉണ്ടാവും. അത് നല്ല ഇമ്പാക്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഓക്കെ. അഞ്ചാമത്തെ കാര്യം, പുതിയ കടം മാക്സിമം ഒഴിവാക്കുക. നല്ല കടമുള്ള ഒരാളാണെങ്കിൽ ഇനി പുതിയ കടം ഞാൻ എന്ത് ചെയ്യൂല, എടുക്കൂല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അറിയാതെ കടങ്ങൾ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ പുതിയ കടം, എൻ്റെ കടം ഒന്ന് സ്റ്റേബിൾ ആവുന്നത് വരെ, അല്ലെങ്കിൽ കുറയുന്നത് വരെ, അല്ലെങ്കിൽ ഇല്ലാതാവുന്നത് വരെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അർജന്റ് അല്ലാത്ത ഒരു കടം ഇനി എടുക്കൂല എന്ന് തീരുമാനിക്കാം. ഇപ്പൊ ഡ്രസ്സ് വാങ്ങാനോ അതിനും ഇതിനും അർജന്റ് അല്ലാത്ത ആവശ്യമുണ്ട്. പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് പൈസ കയ്യിലില്ല, കടം വാങ്ങല്ല, നിവർത്തി ഉണ്ടാവില്ല, അപ്പൊ അത് ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വീട്ടിൽ വേണം, സാധനം കേടന്ന് പോയി, അപ്പൊ അത് നിർബന്ധമായിട്ട് വാങ്ങേണ്ടി വരാൻ ചിലപ്പോൾ EMI ഇടേണ്ടി വരും. അതല്ലാത്ത അർജന്റ് ഇല്ലാത്ത പുതിയ കടങ്ങൾ ഇനി ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു സൈഡിൽ നിന്ന് കടം വീട്ടുമ്പോൾ മറ്റേ സൈഡിൽ കടം കുന്നുകൂടുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കടങ്ങൾ, പിന്നെ കടങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്യുക. ഇപ്പൊ പല ബാങ്കിൽ കടമുള്ള ആളുകളാണെങ്കിൽ ഒരുപാട് ബാങ്കിൽ കടം കൊടുക്കുന്നുണ്ട്, അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതിന് പകരം അതെല്ലാം കൂടി ഒറ്റ ബാങ്കിലേക്ക് ഒറ്റ അക്കൗണ്ടിലേക്ക് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒറ്റ കടമാക്കി അത് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറയാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം മൾട്ടിപ്പിൾ കടങ്ങൾ ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് അങ്ങനെ ആക്കാൻ പറ്റുന്നതാണെങ്കിൽ കേട്ടോ, അങ്ങനെ ആക്കുകയാണെങ്കിൽ വളരെ എന്ത് ചെയ്യും, നന്നായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കടം കൊടുക്കാനുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യുക, എന്ത് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക. കുറച്ചെങ്കിലും കുറച്ചു തരാൻ പറ്റുമോ. ഇപ്പോൾ ഒരാൾക്ക് 10,000, ഒരാൾക്ക് 25,000, 30,000, 40,000 ഇവരായിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്യും. ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്, അപ്പോൾ എനിക്ക് എന്താണ്, ഇപ്പം ഇനി ബാങ്കിലാണെങ്കിലും എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ചിട്ട് മുതൽ മാത്രം അടച്ചു വിട്ടാനുള്ള ഒരു ഓപ്ഷൻ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചർച്ച ചെയ്യുക. പോയാൽ ഒരു വാക്കല്ലേ, കിട്ടിയാലോ. നിങ്ങൾക്ക് ചിലപ്പോൾ 10 ആളുകളായിട്ട് കടം കൊടുക്കാനുണ്ടെങ്കിൽ 10 ആളും ഒരു 1,000 രൂപ വെച്ച് കുറച്ച് തരാൻ തയ്യാറാണെങ്കിൽ 10,000 കട അവിടെ തന്നെ കുറഞ്ഞ് നിങ്ങൾക്ക്. അപ്പോൾ അവരായിട്ട് ചർച്ച ചെയ്യുക, ഞാൻ ഫൈനലായിട്ട് ഞാൻ ഒക്കെ അടച്ചു തീർക്കുക, എത്ര തരണം എന്നുള്ളത് ചോദിക്കുക. കുറച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ചെടുക്കുക എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ കടക്കുണ്ടാവും, നമ്മൾ ഇനിയും അടുത്ത കാര്യങ്ങൾ പോയി പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ കടം പൂർണ്ണമായിട്ട് വീട്ടിൽ തരാമെന്നൊക്കെ പറഞ്ഞ ആപ്പുകളും പരസ്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം തട്ടിപ്പുകളിൽ പെടാതെ ശ്രദ്ധിക്കുക. വീണ്ടും നിങ്ങളെ കടം കൂടാൻ എന്ത് ചെയ്യും, അത് കാരണവും. ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു നേരത്തെ കടം കുറയ്ക്കണം. കടം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ വരുമാനം കൂട്ടും വേണം. എനിക്ക് കുറച്ച് കടം ഉണ്ട്, 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം, അല്ലെങ്കിൽ 10,000, 25,000. അപ്പൊ ഞാൻ കുറച്ച് സാധാരണ പോകുന്ന വരുമാന രീതിയായിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കടം വീട്ടാൻ പറ്റൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഏണിങ് ചെയ്യുന്ന ജോലി അതിൻ്റെ കൂടെ പോട്ടെ, ഒരു എക്സ്ട്രാ ഏണിങ്, പാർട്ട് ടൈം ആയിട്ട് ഒരു എക്സ്ട്രാ ജോബ്, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉപയോഗത്തിലില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഓൺലൈനായിട്ട് സെല്ല് ചെയ്തിട്ടോ ഒരു എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്തി നോക്കി. നമ്മൾ ശ്രമിച്ചാൽ കിട്ടുന്നു. ശ്രമിക്കാതിരുന്ന ഒരു ജോലി നമ്മൾ എടുത്തിട്ട് വരില്ല. ഞാൻ ചെയ്യുന്ന ജോലിയുടെ കൂടെ എനിക്ക് 2 മണിക്കൂർ എക്സ്ട്രാ രാവിലെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടീച്ചിങ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, ഒരു പ്രൈവറ്റ് സ്കൂൾ വർക്ക് ചെയ്യുന്ന ആളാണ്, 15,000 രൂപ വരുമാനമുണ്ട്, രാവിലെ ട്യൂഷൻ എടുക്കാം, ഒരു 5,000 രൂപ എക്സ്ട്രാ ഏണിങ് അങ്ങനെ മാസം ഉണ്ടാക്കാം. വൈകുന്നേരം 2 മണിക്കൂർ ട്യൂഷൻ എടുക്കാം, ഒരു 5,000 രൂപ എക്സ്ട്രാ ഏണിങ്സ് അങ്ങനെ ഉണ്ടാക്കാം. 15,000 ഉള്ള ആളുടെ വരുമാനം ഇപ്പം എത്രയായി, 25,000 ആയി. ഇനി 2 മണിക്കൂർ ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കാൻ, രാത്രി 1 മണിക്കൂർ, ഞാൻ പറയാണ് എക്സാമ്പിൾ, അപ്പോൾ അതിനൊരു വരുമാനം കൂടുതൽ കിട്ടും. സൈഡായിട്ട് വേറെ സ്വന്തമായിട്ട് ട്യൂഷൻ സെൻ്റർ വേണമെങ്കിൽ തുടങ്ങാം, അത് എക്സ്ട്രാ ഏണിങ്സ് കൂടുതൽ കിട്ടും ബിസിനസ് ആയാൽ. അപ്പം അങ്ങനെ ഒരു എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് വരുമാനം കുറച്ച് കൂട്ടുക. അപ്പോൾ ഒന്നുകൂടി കടം എന്ത് ചെയ്യും, പെട്ടെന്ന് കുറയും. അതുപോലെ തന്നെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കൂട്ടാൻ എന്ത് ചെയ്യും, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും നമുക്ക് എന്ത് ചെയ്യുക, പ്രചോദിതനായിട്ട് തുടരുക. പുരോഗതി നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക. നമ്മൾ കറക്റ്റ് കടങ്ങൾ അടക്കുന്നുണ്ട്, ടാർഗറ്റ് ചെയ്ത് ഒരു മാസം കൊണ്ട് ഞാൻ എത്ര കടം കുറയ്ക്കും. അപ്പൊ കുറഞ്ഞു വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. സ്നോബോൾ രീതി എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അഥവാ ചെറിയ ചെറിയ കടങ്ങൾ ഫസ്റ്റ് കൊടുത്തു തീർക്കുക. അപ്പൊ അത് നിങ്ങളെ പ്രചോദിപ്പിക്കും. ഓക്കെ, ചെറിയ കടങ്ങൾ, കടത്തിന്റെ ഇപ്പൊ ഒരു
15 കട എനിക്ക് കൊടുക്കാനുണ്ട്, 15 ആളുകൾക്ക്, വലുതും ചെറുതൊക്കെ ആയിട്ട്. അതിലൊരു 5 ചിലപ്പോൾ എന്തായിരിക്കും, ഒരു 1000, 2000, 3000 ഒക്കെ ഉള്ളതായിരിക്കും. അപ്പൊ ചെറുത്, മറ്റേത് 10 ലക്ഷം, 10 ലക്ഷം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, തീരുന്നേ ഇല്ല. അപ്പൊ കടത്തിന്റെ എണ്ണം കൂടി വരാണ്. അപ്പൊ ചെറുത് ഫസ്റ്റ് കൊടുത്ത് ഒഴിവാക്കാം. 500 രൂപ കട ഉള്ളത്, 1000 രൂപ കട ഉള്ളത്, 1500 കട ഉള്ളത്, ചെറുത്. അപ്പൊ ഒരു ചെറുതുകളൊക്കെ കൊടുത്ത് ഒഴിവാക്കിയാൽ നോക്കി, 15 കടം ഉണ്ടായിരുന്ന എന്റെ കടം 10 കടങ്ങളായിട്ട് മാറി. അപ്പൊ നമ്മൾ പ്രചോദനം കിട്ടും, ആ കടം കുറയുന്നുണ്ട്. അത്തരത്തിലുള്ള സ്നോബോൾ മെത്തേഡ് ഉപയോഗിക്കാം. വലിയ കടങ്ങൾ കൊടുത്തു തീർക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ കടങ്ങൾ ഫസ്റ്റ് കൊടുത്ത് ഒഴിവാക്കാം. അപ്പൊ ചിലപ്പോൾ ആ ചെറിയ കടക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. ആ കട ഞാൻ വിചാരിച്ച കുറയാൻ പറ്റും, കുറഞ്ഞു വരുന്നുണ്ട്, ലിസ്റ്റിന്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കടം കുറയ്ക്കുക. അതിൽ ഏറ്റവും പ്രധാനം എന്ന് എനിക്ക് തോന്നുന്ന 1, 2, 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ക് തയ്യാറാക്കുക, എത്ര കടം ഉണ്ട്, എത്ര വരുമാനം ഉണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ബഡ്ജറ്റ് തയ്യാറാക്കുക. എൻ്റെ വരവ് എത്ര, ചെലവ് എത്ര, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ത് ചെയ്യുക, വരുമാനം കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. വരുമാനം കൂട്ടാതെ അങ്ങനെ ഒരു വരുമാനം ഇല്ല, കടങ്ങൾ ഉപയോഗം നടക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവരുത്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ള വരുമാനത്തിൽ നിന്നും വരുമാനം കുറച്ചാണെങ്കിലും കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ തന്നെ കടത്തിൽ എന്ത് ചെയ്യും, നല്ല മാറ്റങ്ങൾ വരും. അപ്പൊ എല്ലാവർക്കും കടങ്ങൾ വീട്ടി സമാധാനം, സന്തോഷമുള്ള ജീവിതം ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് എന്ത് ചെയ്യാം, ഉടൻ കാണാം. അതുവരേക്കും ബൈ.